നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തോർ ഹാമറാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത് പോലത്തെ പീസുകൾ നിങ്ങൾ വെട്ടിയെടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനെടുക്കാം. ഒരു കാര്യം മറന്നതാണ് കേട്ടോ, ആ ഹോളിട്ട കാർഡ്ബോർഡിൻ്റെ അതുപോലത്തെ ഒരു കാർഡ്ബോർഡിലും കൂടി ഹോൾ ഇടണം കേട്ടോ. ഇത് ഇതിൻ്റെ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ചെറിയ പീസ് വലിയ പീസ് നമ്മൾ എടുത്തതിൻ്റെ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ചെറിയ പീസും ഇതിൻ്റെ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും അങ്ങനത്തെ ചെറിയ പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു വലിയ പീസ് എടുത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു പീസും കൂടി ഇവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വലിയ പീസ്, ചെറിയ പീസ്, വലിയ പീസ്, അതിൻ്റെ ചെറിയ പീസ്, പിന്നെ വലുത്, പിന്നെ നമ്മൾ ഒരു ചെറുത് ഈ ചെറുത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഹോളിട്ടത് ഈ ഹോളിട്ടത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഹോളിട്ടത് അതിന് ശേഷം ഇതുപോലത്തെ ചെറിയ പീസ് വീണ്ടും ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ തലയും ഈ ചെറിയ പീസും കൂടി ഒട്ടിച്ചെടുത്തൊരു ബോക്സ് ആക്കി എടുക്കാം. ഈ ഹോൾ ഇടാൻ മറക്കരുത്. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിടിക്കാനും വേണ്ടി പിടിയിടുന്ന സാധനമാണ്. നമ്മൾ ഒട്ടിച്ച ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് നമ്മളിതാ ഈ ചെറിയ പീസിന് വലുതുമ്മക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പുറം ഭാഗത്ത് കൂടെ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗത്തെ ജോയിൻറ്റുകളിലും ഇൻസുലേഷൻ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഉള്ളിലാണ് ഒട്ടിച്ചത്. അപ്പോൾ നമ്മളിതിൻ്റെ പുറം ഭാഗത്ത് കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയിരുന്ന നേരത്തെ ചെറിയ പീസില്ലേ, വലിയ പീസല്ല, ഇവിടെ വെച്ച പീസല്ലാത്ത ഒരു പീസ് അതെടുത്ത് ഇവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനത്തെ ഈ ഇവിടെ ഒന്നും ഈ 4 സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അപ്പുറ ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ 4 ഭാഗത്തും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ആക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പീസ് അവിടെ വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ഈ മൂലകളെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു ത്രികോണമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആദ്യം നമ്മളൊരു പീസ് വെച്ച് ഒട്ടിക്കണം. ഇത് വെച്ച് കണ്ട് നമ്മൾ ഒട്ടിക്കുക. അപ്പോൾ ഈ പീസ് നമ്മളിവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗം ഒട്ടിച്ചിട്ടില്ല, നമുക്ക് പേപ്പറൊക്കെ നിറക്കാണ്ട്. ഇനി നമ്മൾ ഈ ഓട്ടുള്ള ഭാഗത്തൊക്കെ ഒരു ത്രികോണം നമ്മൾ വെട്ടി ഒട്ടിച്ചു കൊടുക്കണം 4 ഭാഗത്തും. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് ഇവിടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മളെല്ലായിടത്തും ആ ത്രികോണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്രഭാഗത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. PVC പൈപ്പിൻ്റെ ഒരു ഭാഗത്ത് കയർ ഇൻസുലേഷൻ കൊണ്ട് ഒട്ടിച്ചു കൊടുത്തതാണ്. നമ്മൾ മേലെ ഭാഗത്തും ഓട്ടയിട്ടിട്ടുണ്ട്, അടിഭാഗത്തും ഓട്ടയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കോയിൽ ഇതുമായി ഇട്ട് കൊടുക്കാം. ഈ കോയിലൊരു കയറുമ്മേ കെട്ടിയതാണ് കേട്ടോ. ഇത് നമുക്ക് പിടിക്കാനും വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലിട്ടിട്ട് എടുക്കുക. ഇത്ര വേണ്ട, ഇത്ര മതി. എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചാണ്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കണതിന് മുന്നേ ഇതുപോലത്തെ ഒരു വട്ടം ഇവിടെ ഈ കോയിൽമ വെച്ച് ഒട്ടിക്കണം. ഇത് തോറിൻ്റെ ഹാമറിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളതിൻ്റെ മേലെ ഭാഗത്തും അടിഭാഗത്തും ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ മറ്റേ വശത്ത് ചെയ്തതുപോലെ തന്നെ ഇവിടെ ഇങ്ങനത്തെ പീസ് വെച്ചുകൊണ്ട് 4 വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലത്തെ വലിയ പീസും ഒന്ന് വെച്ച് കൊടുക്കുക. അങ്ങനെ വെക്കണതിൻ്റെ മുന്നേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കാർഡ്ബോർഡിൻ്റെ പീസുകൾ അങ്ങനത്തതൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് നിറക്കാൻ പോവാണ്. ഇത് ഫുള്ള് ഇട്ട് നിറക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ ഇട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഹാമറിൽ. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് മറ്റോടത്ത് ഒട്ടിച്ച് കൊടുത്ത പോലെ തന്നെ ഇവിടെ വെച്ച് ഇതിൻ്റെ 4 സൈഡും ഇൻസുലേഷൻ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ മേലെ ഭാഗത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ത്രികോണത്തിൻ്റെ കാർഡ്ബോർഡിൻ്റെ പീസ് ഇൻസുലേഷൻ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ ഇവിടെ 4 ഭാഗത്തും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് 4 ഭാഗത്തും ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ അവന് 4 ഭാഗത്തും
ത്രികോണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പശ കൊണ്ട് തന്നെ ഉണ്ടാക്കേണ്ടി വരും. ഞാൻ പെയിൻ്റ് അടിക്കാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. കണ്ടോ, തോർ ഹാമർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇനി വേണമെങ്കിൽ പറയൂ.